നമസ്കാരം. കിഴക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഈ വീഡിയോ ആർക്കും തന്നെ ഉപകാരപ്രദമാകാതിരിക്കട്ടെ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാമല്ലോ, ഇസ്രായേലിൽ ഇല്ലീഗൽ എമിഗ്രൻ്റ് ആയിട്ട് തുടരുന്ന ആളുകളെ സപ്പോസ് പോലീസ് പിടിക്കുകയാണെങ്കിൽ എമിഗ്രേഷൻ ജയിലിൽ അല്ലെങ്കിൽ എമിഗ്രേഷൻ സെല്ലിൽ താമസിപ്പിച്ചതിന് ശേഷമാണ് അവരെ നാട്ടിലേക്ക് അയക്കാറ്. അപ്പം ഈ എമിഗ്രേഷൻ സെല്ലിൻ്റെ ടൈമിങ്ങിൽ പുതിയതായിട്ട് കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ കുറച്ച് സിസ്റ്റം, നമ്മൾ സാധനങ്ങൾ കൊടുക്കുന്നത്, പൈസ കൊടുക്കുന്നതിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് വീഡിയോയിലൂടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം പറയാമല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ, ടൈമിങ്ങിൽ വന്ന വ്യത്യാസം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഞായറാഴ്ച ദിവസം തന്നെയായിരുന്നു മെയിൽ പ്രിസണേഴ്സിനെ അല്ലെങ്കിൽ ഫീമെയിൽ പ്രിസണേഴ്സിനെ കണ്ടുകൊണ്ടിരുന്നത്. ആണുങ്ങളെ പെണ്ണുങ്ങളെ നമ്മൾ കറക്റ്റായിട്ട് മലയാളത്തിൽ പറഞ്ഞാൽ ഞായറാഴ്ച ദിവസം തന്നെയായിരുന്നു. ഇപ്പോൾ അതിന് ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ഞായറാഴ്ച ദിവസം ആണുങ്ങൾ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. രാവിലെ 9 മണി തൊട്ട് 11 മണി വരെയാണ് അതിനുള്ള ടൈമിങ്. 11-12 മണി വരെയാണ് അതിനുള്ള ടൈമിങ്. 12 മണിക്ക് എക്സിറ്റ്, അതാണ് അതിൻ്റെ ടൈമിങ് വരുന്നത്. അതുപോലെ തന്നെ ഫീമെയിൽ ആയിട്ടുള്ള പ്രിസണേഴ്സിനെ കാണാനുള്ള ടൈമിങ് തിങ്കളാഴ്ച ദിവസം രാവിലെ 9 മണി തൊട്ട് ഉച്ചയ്ക്ക് 11 മണി വരെ, 12 മണിയാകുമ്പോൾ പുറത്തേക്ക് ഇറക്കുന്ന രീതിയിൽ, അതാണ് 11 മണിയെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈയിടെയായിട്ട് പോകുന്ന ഒത്തിരി പേർക്ക് കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പ്രിസണേഴ്സിൻ്റെ എണ്ണം ഭയങ്കര കൂടുതലാണ്, അല്ലെങ്കിൽ ഇല്ലീഗൽ എമിഗ്രൻസ് ആയിട്ട് ഉള്ള ആളുകൾ ഒരുപാട് പേരെ പിടികൂടുന്നുണ്ട്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ഒരുപക്ഷെ ഞായറാഴ്ച പോയാലും നമുക്ക് ഒരുപക്ഷെ കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ 9 മണിക്ക് തുറക്കും. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ട ഒരാളാണ് ജയിലിൽ കിടക്കുന്നതെങ്കിൽ നമ്മൾ ടൈമിംഗ് ഒന്നും നോക്കത്തില്ല, നമ്മൾ അതിരാവിലെ തന്നെ പോയി ക്യൂ നിൽക്കും. അങ്ങനെ ഒരുപാട് പേര് ക്യൂ നിൽക്കുമ്പം അവർക്ക് ഒരു ദിവസം അക്കോമഡേറ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണത്തിന് ലിമിറ്റേഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, രാവിലെ 9 മണി തൊട്ട് 12 മണി വരെയാണ് ഇതിൻ്റെ ടൈമിംഗ് വരുന്നത്. ഇതിനകത്ത് ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ജയിലിൽ പോകുന്ന ഒരാളെ കാണുന്ന ആക്ച്വലി നമ്മുടെ നാട്ടിലെ പോലെ ഗ്രില്ലിൻ്റെ അകത്ത് നിന്ന് കാണുന്ന ഒരു സിസ്റ്റം അല്ല ഇവിടെ. അതായത് ഒരു കൗണ്ടർ സ്ക്രീനാണ്. ആ ഒരു സ്ക്രീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ 5 അടി 4 ഒക്കെ ഉള്ളൊരു ഗ്ലാസ് ഫ്രെയിം ആയിരിക്കും. ഈ ഫ്രെയിമിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ കാണുന്ന സമയത്ത് കഴിഞ്ഞാൽ അപ്പുറത്തൊരു ഫോണുണ്ട്, ഇപ്പുറത്ത് 2 സൈഡിൽ ഫോണുണ്ട്. ഈ ഫോൺ നമ്മൾ ചെവിയിൽ വെച്ചുകൊണ്ടാണ് അവർ നമ്മുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നത്. നമുക്ക് നേരിട്ട് ടച്ച് ചെയ്യാനോ അല്ലെങ്കിൽ നേരിട്ട് സ്ക്രീനിങ്ങിലൂടെ അല്ലെങ്കിൽ ഈ ഗ്ലാസ് ഫ്രെയിമിനകത്തൂടെ മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇതുപോലത്തെ 12 കൗണ്ടറുകളാണുള്ളത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്രാവശ്യമാണ് ഒരു ദിവസം അവർ ഇൻടേക്ക് എടുക്കത്തുള്ളൂ. രാവിലെ 9 മണിക്ക് വരണം, പിന്നെ 10 മണി അല്ലെങ്കിൽ 10:30-11 കൂടി ഇടയ്ക്കായിട്ട് ഒരെണ്ണം എടുക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും 12 24 പേരെ മാത്രമേ ഒരു ദിവസം കാണാനായിട്ട് സമ്മതിക്കുള്ളൂ. അല്ലെങ്കിൽ 24 പ്രിസണേഴ്സിനെ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒരു പ്രിസണറിനെ അല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്ന ഒരാളെ 2 പേർക്ക് ഒരേ സമയം കാണാനായിട്ട് സാധിക്കും. അങ്ങനെ വേണമെങ്കിൽ 4 പേർക്ക് വരെ 2 ഷിഫ്റ്റായിട്ട് നിൽക്കുകയാണെങ്കിൽ 4 പേർക്ക് വരെ ഒരാളെ കാണാനായിട്ടുള്ള സാഹചര്യം വരെയുണ്ട്. ഇത് മെയിലിനും ഫീമെയിലിനും കോമൺ ആണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ടൈമിങ്ങിനകത്ത് മീൻസ് നമുക്ക് ആളുകൾക്ക് 24 പേരിൽ കൂടുതലായി കഴിഞ്ഞാൽ അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് 12 കഴിഞ്ഞാൽ ടൈം അനുവദിക്കാനും പറ്റത്തില്ല. അപ്പോൾ അതാണ് ടൈമിങ്ങിൽ വന്നിട്ടുള്ള വ്യത്യാസം. കാണാൻ പോകുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിരാവിലെ തന്നെ പോവാം. ഏകദേശം ഒരു 7:30-8 മണിയെങ്കിലും മിനിമം അവിടെ എത്തി. 7:30 അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു ബുക്ക് വെച്ചിട്ടുണ്ടാവും. ആ ബുക്കിൽ നമ്മൾ പേരെഴുതണം. 1 2 3 എന്നും പറഞ്ഞ് നമ്മുടെ പേരെഴുതുന്ന സമയത്ത് അതിനനുസരിച്ചാണ് അവർ വിളിക്കുന്നത്. അതിനനുസരിച്ചുള്ള അവിടെ ക്യൂ നിൽക്കുന്നത് അതിനനുസരിച്ച് ആദ്യം വന്ന ആൾക്കാർ ആദ്യം നിൽക്കും. അങ്ങനെ ഒരു സിസ്റ്റം ഓട്ടോമാറ്റിക്കലി അവിടെ വന്നിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് സാധനങ്ങൾ കൊടുക്കാൻ പറ്റുമോ പലരും ചോദിക്കാറുണ്ട്. ആക്ച്വലി നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്, പക്ഷെ കൊടുക്കാൻ പറ്റും. എക്സ്പെഷ്യലി നമുക്ക് ഡ്രസ്സ് കൊടുക്കുക എന്നാണ് ഒരു ബേസിക് നെസസറി എന്ന് പറഞ്ഞാൽ, ഡ്രസ്സ് കൊടുക്കുക എന്നുള്ളതാണല്ലോ. ഈ ഡ്രസ്സ് കൊടുക്കുന്ന സമയത്ത് 2 ടൈപ്പിലാണ് നമുക്ക് കൊടുക്കാൻ സാധിക്കുക. ഒന്ന്, ഒരാളെ ജയിലിൽ പിടിക്കുന്ന അല്ലെങ്കിൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് അയാൾ അറസ്റ്റ് ചെയ്തിട്ടാണല്ലോ കൊണ്ടുപോകുന്നത്. അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അയാൾ ഏതാണോ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് ആ ഡ്രസ്സ് തന്നെയായിരിക്കും ജയിലിൽ ഇയാൾക്ക് സെപ്പറേറ്റ് ഡ്രസ്സൊന്നും കൊടുക്കത്തില്ല. അങ്ങനത്തെ പ്രയോറിറ്റി ഒന്നും ഇവിടുത്തെ ജയിലിൽ കൊടുക്കത്തില്ല. സോ നമുക്ക് ഡ്രസ്സ് കൊണ്ടുപോകുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബാഗ് അല്ലെങ്കിൽ ഒരു കവറിനകത്തിട്ട് നമ്മൾ കുറച്ച് ഡ്രസ്സ് എടുക്കുക. അയാൾക്ക് ജയിലിനകത്ത് ഉപയോഗിക്കാനുള്ള ഡ്രസ്സ് എടുക്കുക. അതുപോലെ തന്നെ അയാളെ കയറ്റി വിടുന്ന സമയത്ത് അയാൾക്ക് ഒരു ലഗേജായിട്ട് 30 kg വരെയുള്ളൊരു ബാഗ് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഈ 30 kg ഉള്ള ബാഗ് സെപ്പറേറ്റ് ഒരു സൂട്ട് കേസായിട്ടോ അല്ലെങ്കിൽ ട്രോളി ആയിട്ടോ എടുക്കുക. ഈ സെപ്പറേറ്റ് കൊടുക്കാനുള്ള ഒരു കവറിലെടുക്കുക. അത് ബാഗിലൊന്നും ഇട്ടുകൊണ്ട് കണ്ട കാര്യമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കൊടുക്കുന്ന ഓരോ ഡ്രസ്സും അവരെടുത്ത് പരിശോധിക്കും. അവരെടുത്ത് പരിശോധിച്ചതിന് ശേഷം ഈവൺ അതിൻ്റെ പോക്കറ്റ് ആയിക്കോട്ടെ, ഇന്നർവേഴ്സ് അടക്കമുള്ളതെല്ലാം സ്ക്രീനിങ്ങിലൂടെയും അവർ മാനുവലായിട്ടും പരിശോധിച്ചതിന് ശേഷം
അകത്ത് കൊടുക്കുന്ന ഡ്രസ്സുകൾ സെപ്പറേറ്റ് ഒരു കവറിനകത്ത് ഇട്ടിട്ട് അവർക്ക് ജയിലിൽ താമസിക്കുന്ന ആളുകൾക്ക് ഒരു ID കാർഡുണ്ട്, ജയിലിൽ ഒരു ID ഉണ്ട്, ആ ID നമ്പറും കൂടെ എഴുതിയിട്ടാണ് ജയിലിനകത്തേക്ക് അയക്കുന്നത്. മറ്റേത് കയറ്റി വിടുകയും ചെയ്യും. ജയിലിനകത്ത് കൊടുക്കുന്ന ഡ്രസ്സിന് ഒരു പ്രത്യേകതയുണ്ട്. ജീൻസ് അലോ ചെയ്യത്തില്ല, സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സുകളൊന്നും തന്നെ അലോ ചെയ്യത്തില്ല. അതുപോലെ ചില ഡ്രസ്സിലൊക്കെ ഉണ്ടാവുമല്ലോ ഈ ഇങ്ങനത്തെ എന്താ പറയുക, നമ്മുടെ ചെയിൻ പോലെയുള്ളത്, അത് വലിയ മെറ്റൽ ബട്ടൺസുകൾ, അങ്ങനത്തെ ഡ്രസ്സുകളൊന്നും തന്നെ അലോ ചെയ്യത്തില്ല. എസ്പെഷ്യലി ഈ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ഡ്രസ്സും തന്നെ അത് അലോ ചെയ്യത്തില്ല. 100% പോളിസ്റ്റർ ആയിട്ടുള്ള ക്ലോത്തുകൾ അലോ ചെയ്യത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൊടുത്തു വിടുന്ന സമയത്ത്. വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈഫോ അങ്ങനത്തെ ഒരു സാധനം തന്നെ ഈ ലഗേജിനകത്ത് കൊടുത്തു വിടരുത്. അത് കൊണ്ടുപോകുന്ന ആളെയും വലിയ രീതിയിൽ അപകടത്തിൽപ്പെടുത്തും. വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ കഴിഞ്ഞ 4 വർഷമായിട്ട് കണ്ടിന്യൂസ്ലി ജയിലിൽ പോകുന്ന ഒരാളാണ്. മിനിമം ഒരു മാസം 2 പ്രാവശ്യമെങ്കിലും ഞാൻ വിസിറ്റിനായിട്ട് പോകാറുണ്ട്. അതല്ലാതെ ഇന്ത്യൻ എംബസിയുടെ ക്യാമ്പയിനിങ്ങിന് പോയിട്ടുണ്ട്, മെഡിക്കൽ ക്യാമ്പയിനിങ്ങിന് പോയിട്ടുണ്ട്, ഹോസ്പിറ്റൽ ഷിഫ്റ്റിങ്ങിനും അതുപോലെ ട്രാൻസ്ലേറ്ററായിട്ടും അങ്ങനെ പല പല പർപ്പസിൽ ഞാൻ ജയിലിനകത്ത് പോയിട്ടുള്ള ഒരാളാണ്. അപ്പം ഈ റീസെൻ്റായിട്ട് പോയ സമയത്താണ് ഇത്രയും മാറ്റങ്ങൾ നമുക്ക് വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കേസ് എന്ന് വെച്ചാൽ ഡ്രസ്സ് കൊടുക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക. എനിക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അനുഭവം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ചേട്ടനെ കാണാൻ പോയത്, ആ ചേട്ടൻ്റെ ഇവിടെയുള്ള ഫ്രണ്ട്സൊക്കെയാണ് എനിക്ക് ഡ്രസ്സൊക്കെ തന്നു വിട്ടത്. ഈ ഡ്രസ്സൊക്കെ തന്നു വിട്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടായ കോമഡി എന്ന് വെച്ചാൽ, എനിക്ക് ആക്ച്വലി തന്നു വിട്ടത് ഒരു ഫീമെയിൽ ആയിട്ടുള്ള ഒരാളുടെ ഡ്രസ്സായിരുന്നു. അതായത് ചേട്ടന് വലിയ ഡ്രസ്സുകളൊന്നുമില്ല, നാട്ടിൽ പോകേണ്ട ആരോ കൊടുത്തു വിട്ടതാ, എനിക്ക് എൻ്റെ റിയാലിറ്റി എന്താണെന്ന് അറിയത്തില്ല. എന്താണെങ്കിലും അങ്ങനെയാണ് എനിക്ക് തന്നു വിട്ട ഡ്രസ്സ്. ഞാനവിടെ ചെന്ന് ഇത് തുറന്നപ്പോഴത്തേക്ക് ഞാനാകെ വണ്ടടിച്ചു പോയി. അയാൾ എന്നോട് ചോദിക്കുന്നുണ്ട്, നീ മെയിലാണോ ഫീമെയിലിനാണോ കാണാൻ വന്നത്? ഞാൻ മെയിലിനെ കാണാൻ വന്നത്. പിന്നെ എങ്ങനെയാണ് ഫീമെയിൽ വന്നത്? എൻ്റെ ഭാഗ്യം എന്ന് പറയാമല്ലോ, ഞാനവിടെ സ്ഥിരമായിട്ട് പോകുന്നതുകൊണ്ട് ഇവർക്കൊക്കെ എന്നെ പരിചയമുണ്ട്. അതുകൊണ്ട് മാത്രം അതൊരു ഇഷ്യൂ ആയില്ല. ഇല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മളെ മാറ്റി നിർത്തി ചോദ്യം ചെയ്യും. ചിലപ്പം പല കാര്യങ്ങളും എങ്ങനെയാണ് ഇവർ അറിയാവുന്ന എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. സോ അങ്ങനെ ഡ്രസ്സ് കൊടുത്തു വിടുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക. അതുപോലെ പൈസ കൊടുക്കുന്ന കാര്യം, പൈസ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നെങ്കിൽ ഷെക്കലായിട്ട് അല്ലെങ്കിൽ ഡോളറായിട്ടേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇന്ത്യൻ മണി ഒന്നും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. പൈസ കൊണ്ടുപോകട്ടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി നമ്മൾ കറൻസി നോട്ടുകൾ കൊണ്ടുപോവുക. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇവരെ കാണും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രീനിങ്ങിൽ ഇവരെ കാണുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോഴത്തേനും അവർ വന്ന് ജയിലിലൊരു സ്റ്റാഫ് വന്നിട്ട് ചോദിക്കും, ആരെങ്കിലും പൈസ കൊടുക്കാനുള്ളവരുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൗണ്ടറിലേക്ക് ചെല്ലും, ഇവരോടും കൗണ്ടറിലേക്ക് വരാൻ പറയും. ഇവരോടും കൗണ്ടറിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവരുടെ മുമ്പിൽ വെച്ച് തന്നെ എണ്ണും പൈസ. ഇപ്പം 200-ൻ്റെ 5 നോട്ടാണ്, 1000 ഷെക്കലാണെങ്കിൽ 200-ൻ്റെ 5 നോട്ട് അവർ എഴുതും, അതിനകത്ത് റെസിപ്റ്റ് ചെയ്യും, അത് നമ്മളെ സൈൻ ചെയ്യിപ്പിക്കും. ഒരു കോപ്പി പ്രിസണറിനും കൊടുക്കും, ഒരു കോപ്പി നമുക്കും തരും, ഒരെണ്ണം ജയിലിൽ ഫയൽ ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് പൈസ കൊടുക്കുന്നതിൻ്റെ. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭക്ഷണ സാധനങ്ങൾ ജയിലിൽ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ആക്ച്വലി നമുക്ക് ഫുഡ് ഐറ്റംസ് ഒന്നും പറ്റത്തില്ല. ഈവൻ നമുക്ക് പല്ല് തേക്കുന്ന പേസ്റ്റ് പോലും കൊണ്ടുപോകാൻ പറ്റത്തില്ല. പേസ്റ്റൊക്കെ അതിനകത്ത് ഓൾറെഡി അവർക്ക് കൊടുക്കുന്നുണ്ട്. ഫുഡ് ഐറ്റംസ് നമുക്ക് വെളിയിൽ നിന്നുള്ള ഒരു ഫുഡ് ഐറ്റംസും അതിനകത്ത് സമ്മതിക്കത്തില്ല. മെഡിസിൻ പോലും വെളിയിൽ നിന്നുള്ള ഒരു മെഡിസിൻ സമ്മതിക്കത്തില്ല. അതിനകത്ത് ഒരു ഡോക്ടേഴ്സ് ഉണ്ട്, നേഴ്സസ് ഉണ്ട്, ഒരു മിനി ഹോസ്പിറ്റൽ തന്നെ എല്ലാ ജയിലിനകത്ത് പ്രവർത്തിക്കുന്നു. സോ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും അവിടെ അലോ ചെയ്യത്തില്ല. പിന്നെ ഫുഡ് ഐറ്റംസ് വേണമെങ്കിൽ നമ്മൾ ഈ പൈസ കൊടുക്കുന്നു പറഞ്ഞാൽ, ഈ പൈസ കൊടുക്കുന്ന സമയത്ത് ജയിലിനകത്ത് തന്നെ അവർക്ക് ഇത് സപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ട്. അതായത് ഗവൺമെൻറ് അലോ ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. അവർക്ക് പൈസ കൊടുത്തും ജയിലിനകത്ത് തന്നെ ഇവർക്ക് ഇത് മേടിക്കാനായിട്ട് സാധിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓപ്ഷനുണ്ട്. അവിടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറുണ്ട് ജയിലിനകത്ത്. ആ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ നമ്മൾ പൈസ അടച്ചിട്ട് ഈ ഒരു പർട്ടിക്കുലർ നമ്പർ, ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രിസണറിൻ്റെ നമ്പർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് ഡയറക്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. അതായത് നമ്മളിവിടെ പൈസ അടയ്ക്കുന്നു, സാധനങ്ങൾ ഇവിടെ മേടിച്ച് കൊടുക്കുന്നു, ആ നമ്പറും പറഞ്ഞു കൊടുക്കുന്നു, നമ്പർ പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സ്മോക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ സിഗരറ്റ്സ് ഒക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം, ടെലിഫോൺ കാർഡ്. അപ്പോൾ പലരുടെ ഒരു സംശയമാണ് ജയിലിൽ കിടക്കുന്ന ആളുകൾ എങ്ങനെയാണ് ഫോൺ ചെയ്യുന്നതെന്ന്. ഒരു പ്രിസണറെ ജയിലിലേക്ക് ഇൻടേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഫോൺ കാർഡ് കൊടുക്കും, ഒരു ഇലക്ട്രോണിക് ടെലിഫോൺ കാർഡ് കൊടുക്കും. ആ കാർഡ് 40 മിനിറ്റ് വിളിക്കാവുന്ന കാർഡാണ്. അതിൽ 10 മിനിറ്റ് ഇൻ്റർനാഷണൽ കോളും 40 മിനിറ്റ് ലോക്കൽ കോളും വിളിക്കാവുന്ന കാർഡാണ് അവർ കൊടുക്കുന്നത്. അപ്പം ഈ കാർഡ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും 50 ഷെക്കലിന് അല്ലെങ്കിൽ 100 ഷെക്കലിനൊക്കെ ചാർജ് ചെയ്യുന്നത്. ഇത് ചാർജ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ചെല്ലുന്ന സമയത്ത്, ജയിലിൽ ചെല്ലുന്ന സമയത്ത് അവിടെ നിന്ന് നമുക്കൊരു നമ്പർ തരും. മീൻസ് ഇവിടെ പ്രിസണർ നമ്പർ തരും. നമ്മളൊരു പാസ്പോർട്ട് കോപ്പി അല്ലെങ്കിൽ ഫുൾ നെയിം കൊടുത്തു കഴിഞ്ഞാൽ പ്രിസണർ നമ്പർ തരും. ജയിലിൻ്റെ ഓഫീസുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ സിഗരറ്റ്സ് ഒക്കെ മേടിച്ച് കൊടുക്കുന്ന ഒരു ഓഫീസുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറല്ല, അത് സെപ്പറേറ്റ് ഒരു ഏരിയ. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എത്ര രൂപയ്ക്കാണോ ടെലിഫോൺ കാർഡ് കൊടുക്കേണ്ടത്, ആ കാർഡിൻ്റെ പൈസ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാർഡ് അകത്ത് ഇവർക്ക് കിട്ടുന്നതായിരിക്കും. വേറെ കാര്യം പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, വാലിഡ് വിസയുള്ള ആളുകൾ മാത്രമേ പ്രിസണേഴ്സിനെ കാണാനായിട്ട് പോകാൻ പാടുള്ളൂ. പലർക്കും പറ്റുന്നൊരു അബദ്ധം എന്ന് വെച്ചാൽ, വിസ ഉണ്ടാവും, പക്ഷേ ഈ വിസ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല.
അവിടെ ചെന്ന് പാസ്പോർട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അവർ പറയും നിൻ്റെ വിസ തരാൻ പറയും. പിന്നെ ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും അവർ നീ മാറി നിൽക്കാൻ പറയും. ബാക്കിയുള്ള ആൾക്കാരെ കയറ്റി വിടും. ചിലപ്പോൾ ഈ വെളുപ്പിന് പോയി ക്യൂ നിന്ന ആളായിരിക്കും, അയാൾ പോയത് വെറുതെ ആവും. അപ്പം ആ ഒരു കാര്യം എല്ലാവരും തന്നെ ശ്രദ്ധിക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഒരു വിധത്തിലുള്ള ഫുഡ് ഐറ്റംസോ മെഡിസിനോ ജയിലിനകത്ത് സമ്മതിക്കുന്നല്ല അവർ. ഇതൊക്കെയാണ് ജനറലി ഈ റീസെൻ്റായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ. പിന്നെ നമുക്കറിയാമല്ലോ, ഇപ്പോൾ പാസ്പോർട്ട് ഇല്ലാത്ത ആളുകൾക്ക് സമയമെടുക്കും കയറ്റി വിടാനായിട്ട്. പാസ്പോർട്ടുള്ള ആളുകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ കയറ്റി വിടും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയാവുന്ന, ഇതിനു മുമ്പ് പല വീഡിയോകളിൽ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുള്ളതാണ്. ഈ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജയിലിൽ ഇപ്പോൾ നമ്മുടെ സപ്പോസ് പിടിക്കുന്ന സമയത്ത് ഏതാണോ ഡ്രസ്സ് ഉണ്ടാവുക ആ ഡ്രസ്സ് ഇട്ടിട്ടാണ് നമ്മൾ 10 ദിവസമാണെങ്കിൽ 10 ദിവസം, അല്ലെങ്കിൽ ഒരാൾ നമ്മളെ കാണാൻ വരുന്നത് വരെ നിൽക്കേണ്ടി വരുന്നത്. അപ്പം നമ്മുടെ ആരെങ്കിലും സുഹൃത്തുക്കളെ ഇതുപോലെയൊക്കെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ പോയി കാണാനായിട്ട് ശ്രമിക്കുകയാണ്. കാര്യം ഇവിടുത്തെ ജയിലിൽ ഈ പറഞ്ഞ പോലെ ഉപദ്രവിക്കുകയോ അങ്ങനെയൊന്നുമില്ല. പിന്നെ ലിമിറ്റഡ് ഫുഡൊക്കെ തന്നെയാണ്. അതിപ്പോൾ നോർമലി ജയിലിനകത്ത് ലക്ഷറി ഫുഡൊന്നും ആരും കൊടുക്കത്തില്ലല്ലോ. അതൊക്കെ ജനറലായിട്ടുള്ള ഭക്ഷണമായിരിക്കും കിട്ടുന്നത്. പക്ഷേ ഇതിലൊക്കെ ഉപരിയായിട്ട് ഇതിനകത്ത് അവർ ഭയങ്കരമായിട്ടുള്ള ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട്. സോ നമ്മുടെ ആരെങ്കിലും സുഹൃത്തുക്കളെ പിടിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ വിസയൊക്കെ ഉള്ളവരാണെങ്കിൽ, സമയമൊക്കെ നമ്മൾ വിചാരിച്ചുണ്ടാവുന്നത്, പല ആൾക്കാരും മനഃപൂർവ്വം പോകാത്ത, സമയമില്ലാത്തതുകൊണ്ടൊന്നുമല്ല, സമയം കണ്ടെത്തി പോകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഇവർക്ക് എന്തെങ്കിലും ഡ്രസ്സോ കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുക്കാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയം ഉണ്ടെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. പറ്റുന്നതാണെങ്കിൽ ക്ലിയർ ചെയ്ത് തരാം, അല്ലെങ്കിൽ അന്വേഷിച്ചിട്ട് ഉറപ്പായിട്ടും അതിന് റിപ്ലൈ തരുന്നതാണ്. ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോസും ഇഷ്ടമാകുന്നുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.